ഹലോ, കൊച്ചു ടി വി ഇനി പഴയ പോലെ ആകുമോ? എന്തുകൊണ്ട് പഴയ കാർട്ടൂൺസൊക്കെ കുറച്ച് കൊണ്ടുവന്നു കൊച്ചു ടി വി? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സൺ നെറ്റ്വർക്ക് കുട്ടികൾക്ക് കാണാൻ വേണ്ടി ഒരു കാർട്ടൂൺ ചാനൽ ഉണ്ടാക്കി. അതാണ് കൊച്ചു ടി വി. ഇത് ലോഞ്ച് ആവുന്നത് ഒക്ടോബർ 16 2011 മലയാളം കൊച്ചു ടി വി ചാനൽ വരുന്നത്. കൊച്ചു ടി വി എന്ന സമയത്തുണ്ടായിരുന്ന 4 കാർട്ടൂൺസ് ആണ് ജാക്കി ചാനും ഡോറാബുജിയും മായക്കണ്ണനും അതുപോലെ ടീമേനും. ഈ കാർട്ടൂൺസും അതുപോലെ വേറെ കുറച്ച് കാർട്ടൂൺസും ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചു ടി വിയുടെ റേറ്റിംഗ് കൂടി തുടങ്ങി. കൊച്ചു ടി വിയിൽ അങ്ങനെ മലയാളം ഡബ് ഇംഗ്ലീഷ് മൂവീസും വരാൻ തുടങ്ങി. അതിൽ മെയിനായിരുന്നു സ്കൈ ഹൈ, ഹെർബി, അതുപോലെ ദ സ്മബ്സ് 2, 1 ഒക്കെ വന്നിട്ടുണ്ട് കൊച്ചു ടി വിയിൽ. അതുപോലെ ഹോം അലോൺ, അതുപോലെ അനിമേഷൻ മൂവി കില്ലർ ബീൻ, ഐസ് ഏജ്. 2019 വരെ കുഴപ്പമില്ലാതെ കൊച്ചു ടി വി പോയി. 2019 ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് കൊച്ചു ടി വി റേറ്റിംഗിൽ കുറച്ച് താഴോട്ട് പോകുന്നത്. കുറച്ചധികം താഴോട്ട് പോകുന്നത്. കൊച്ചു ടി വിയിൽ എന്തുകൊണ്ട് പഴയ പോലെ കാർട്ടൂൺസ് വരുന്നില്ലെന്ന് വെച്ചാൽ അതിന്റെ കാരണം TRP റേറ്റിംഗ് കുറഞ്ഞത് തന്നെയാണ്. മെയിനായിട്ട് എന്തുകൊണ്ട് TRP റേറ്റിംഗ് കുറഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, 2011 കാർട്ടൂൺ കണ്ടവരൊക്കെ കുട്ടികളായിരുന്നു. പക്ഷെ പിന്നെ 2019-20 ആകുമ്പോഴത്തേന് ഒരു വലുതായി. അതുകൊണ്ട് തന്നെ കാർട്ടൂൺ കാണുന്നത് കുറച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിർത്തിയിട്ടുണ്ടാവും. ഇനി ഞാൻ പറയാൻ പോകുന്നത് കൊച്ചു ടി വിയിൽ ഞാൻ 2013 മുതൽ 2019 വരെ കണ്ട കാർട്ടൂൺസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ട കാർട്ടൂൺസിനെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പറയാൻ പോകുന്ന കാർട്ടൂൺസ് ഒക്കെ എന്ന് എപ്പോൾ വന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതിലും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്താണ് ദോസ്ത് ബഡാ ദോസ്ത്, അതുപോലെ അനിയൻ ബാവ, ചേട്ടൻ ബാവ, ജാക്കി ചാൻ, ലില്ലി, മാർസുപ്പിലാമി, ഡോറാബുജി, സ്റ്റുവർട്ട് ലിറ്റിൽ, അതുപോലെ സിഡ് ദ സയൻസ് കിഡ്, ജോർജ് ഓഫ് ദ ജംഗിൾ, ലിറ്റിൽ ബിയർ, അതുപോലെ വേഡ് വേൾഡ്, അതുപോലെ ഫെയറിടെയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡിറ്റക്റ്റീവ് രാജപ്പൻ, അതുപോലെ ഗാർഫീൽഡ് ഷോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരുന്നതിനിടയിലായിട്ട് കുറച്ച് ക്രാഫ്റ്റിങ്ങും ഡ്രോയിങ്ങും TV ഷോസ്. അതുപോലെ ഗ്ലോറിയസ് ഹൗസ്, ഹീമാൻ, മായക്കണ്ണൻ, അതുപോലെ ബോമി ആൻഡ് ഫ്രണ്ട്സ്, അതുപോലെ മാജിക് വണ്ടർലാൻഡ്, ലിറ്റിൽ കൃഷ്ണ, പ്രസുചി, ഡ്രാഗൺ ബോസ്റ്റർ, ടാറ്റ ബാലവാടി, അതുപോലെ സൂപ്പർ വൈ, കുട്ടിക്കുറുമ്പി സോഫി, ബണ്ടലേറോ, അപ്പു അമ്മു, അതുപോലെ ക്രൈസി ട്രേസി, അതുപോലെ മാസ്റ്റർ റെയിൻ ഡ്രോപ്പ്, അതുപോലെ യോക്കോ. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല കുറച്ച് കാർട്ടൂൺസാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഓർമ്മയില്ലാത്ത വേറെ കുറേ കാർട്ടൂൺസ് ഒക്കെ ഉണ്ട്. തപ്പി പിടിച്ചിട്ട് വേണ്ടി പാർട്ട് 2 വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചു ടി വിയിൽ ഇനി പഴയ പോലെ കാർട്ടൂൺസ് വരുമോ, പഴയ കാർട്ടൂൺസ് ഇനി തിരിച്ചു വരുമോ? അതാണ് 2015-16 ശേഷം ആണ് ഗ്ലോറിയസ് ഹൗസ് റീടെലികാസ്റ്റ് ചെയ്യുന്നത് കൊച്ചു ടി വിയിൽ. അതുപോലെ പഴയ കാർട്ടൂൺസ് വരും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇപ്പോൾ അടുത്ത് ലില്ലിയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പഴയ ലില്ലിയല്ല, ഇത് 3D അനിമേഷൻ ലില്ലിയാണ്. അതുപോലെ കഴിഞ്ഞ മാസം നവംബർ 8 കൊച്ചു ടി വിയുടെ ഇൻസ്റ്റഗ്രാം ഒഫീഷ്യൽ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അവർ പോസ്റ്റർ ഇങ്ങനെയാണ്: നിങ്ങൾക്കറിയാമോ ഈ കാർട്ടൂൺ ഏതായെന്ന്? ആ കാർട്ടൂൺ ഡ്രാഗൺ ബോസ്റ്റർ ആയിരുന്നു. ഇനി ഡ്രാഗൺ ബോസ്റ്റർ തിരിച്ചു വരുമോ? നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെന്ത് തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ.